കൂട്ടാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പരാതി നൽകിയ 1 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല. കുമരകംവെട്ട് സ്വദേശി മുരളീധരന് കമ്പംവെട്ട് സിഐ ഷമീർ ഖാന്റെ മർദ്ദനത്തിൽ പല്ല് നഷ്ടപ്പെട്ടിരുന്നു. നടപടിയുണ്ടാകാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാനും കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് മുരളീധരൻ. പുതുവത്സര ദിനത്തിൽ രാത്രി 11 മണിയോടെയാണ് ഇടുക്കി കൂട്ടാറിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ കുമരകംവെട്ട് സ്വദേശി മുരളീധരന് മർദ്ദനമേറ്റത്. കമ്പംവെട്ട് സിഐ ഷമീർ ഖാന്റെ അടിയേറ്റ് മുരളീധരന്റെ പല്ലുകളിലൊന്ന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ജനുവരി 16-ന് ഇടുക്കി SP അടക്കമുള്ളവർക്ക് മുരളീധരൻ പരാതി നൽകി. CCTV ദൃശ്യങ്ങളും ശേഖരിച്ച് നൽകി. SP-യുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ASP രാജേഷ് കുമാർ അന്വേഷണം നടത്തി. CI ഷമീർ ഖാനെ വെള്ളപൂശി റിപ്പോർട്ട് തയ്യാറാക്കി. സംഭവം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ വിശദമായ അന്വേഷണം നടത്തി പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ SP നിർദ്ദേശം നൽകി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. സംഭവ ദിവസം സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും അവരെ പിരിച്ചുവിടാനാണ് CI എത്തിയതെന്നുമാണ് പോലീസിന്റെ വാദം. എന്നാൽ ഇക്കാര്യത്തിൽ അന്ന് പോലീസ് കേസെടുത്തിട്ടുമില്ല. കേസ് തേച്ചുമാറ്റി കളയാനും ശ്രമം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതിനിടെ ASPക്ക് സ്ഥലം മാറ്റമായി. ഇതും അന്വേഷണം പൂർത്തിയാക്കാൻ കാലതാമസമുണ്ടാക്കിയിട്ടുണ്ട്. പുതുതായി ചാർജ് എടുത്ത കട്ടപ്പന DYSP VA നിഷാദ് മോനാണ് അന്വേഷണ ചുമതല. കൂടുതൽ CCTV ദൃശ്യങ്ങളും മൊഴികളും ശേഖരിച്ച് പരിശോധന നടത്തുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.